നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിദേശ വ്യവസായിയുടെ മൊഴി നിർണായകമാകും. ശബരിമലയിൽ നിന്നും സ്വർണം കൂടാതെ പഞ്ചലോക വിഗ്രഹങ്ങളും കടത്തിയെന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. 2019-20 കാലഘട്ടങ്ങളിലായി 4 വിഗ്രഹങ്ങളാണ് ഇത്തരത്തിൽ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് കൈമാറിയത്. സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഈ കച്ചവടത്തിന്റെയും ഇടനിലക്കാരൻ. കോവിഡ് കാലത്തെ ലോക്ക്ഡൌൺ സാഹചര്യം മുതലെടുത്തായിരുന്നു കടത്ത്. അന്ന് ശബരിമലയിൽ വളരെ കുറച്ചു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അവസരം മുതലെടുക്കുകയായിരുന്നു അവർ. കേരളം ആദ്യമായി ലോക്ക്ഡൌണിലേക്ക് പോയത് 2020 മാർച്ച് 23-നാണ്. രണ്ടാം തരംഗത്തിലെ കടുത്ത നിയന്ത്രണങ്ങൾ അവസാനിച്ചത് 2021 ജൂൺ 16-നും. അതായത് ഈ സമയത്തിന്റെ ആനുകൂല്യം മുതലെടുത്താണ് ശബരിമലയിലെ പുരാവസ്തു കടത്ത്. ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത്. 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറ്റം നടന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതനും ഈ കച്ചവടത്തിൽ പങ്കെന്നാണ് വ്യവസായിയുടെ മൊഴിയിലുള്ളത്. ഉന്നതനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും മാത്രമാണ് തിരുവനന്തപുരത്ത് നടന്ന പണം കൈമാറ്റത്തിൽ പങ്കെടുത്തത്. മൊഴിയുടെ ആധികാരികത കേന്ദ്രീകരിച്ച് അന്വേഷിക്കാനാണ് SITയുടെ തീരുമാനം. ചെന്നിത്തലയുമായി ഏറെ അടുപ്പമുള്ള വ്യവസായിയാണ് മൊഴി നൽകിയ മലയാളി. ദുബായ് കേന്ദ്രീകരിച്ചാണ് ഈ പ്രവാസിയുടെ പ്രവർത്തനം. ആലപ്പുഴക്കാരനാണ് ഈ വ്യവസായി. കോവിഡ് ലോക്ക്ഡൌൺ മറയാക്കി നടന്ന ഇടപാടാണ് ഈ വ്യവസായി പറഞ്ഞു വെക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിലുള്ള ബംഗളൂരുവിലെ സ്വർണ്ണ മുതലാളിക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ്. കേരള പോലീസിന് ആംബുലൻസും സംഭാവന നൽകിയിട്ടുണ്ട്. നിരവധി വിശ്വാസ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ മുതലാളിക്ക് വേണ്ടി നടന്നു. മയക്കുമരുന്ന് കേസിലടക്കം കർണാടക പോലീസ് അറസ്റ്റും ചെയ്തു. പക്ഷേ സ്വർണ്ണക്കൊള്ളയിൽ ഈ മുതലാളി ഇനിയും പ്രത്യേക അന്വേഷണ സംഘം തൊട്ടിട്ടില്ല. ആലപ്പുഴയിൽ പേരുകളുള്ള ഈ വമ്പൻ മുതലാളിക്കും ഈ കൊള്ളയിൽ പങ്കുണ്ടെന്നാണ് വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയിലെ തീരുമാനം നിർണായകമാകും. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ നിന്നും 494.97 ഗ്രാം സ്വർണം വില കൊടുത്തു വാങ്ങിയതാണെന്ന് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ പറയുന്നു. ജാമ്യ ഹർജിയിൽ തെളിവ് സഹിതമാണ് ഗോവർദ്ധൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബരിമല ശ്രീകോവിലിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണമാണിതെന്ന് അറിയാതെയായിരുന്നു കച്ചവടം. പിന്നീടാണ് ഈ സ്വർണം ദ്വാരപാലക ശില്പപാളികളിൽ നിന്നും വേർതിരിച്ചെടുത്തതാണെന്ന വിവരം മനസ്സിലായത്. അതോടെ അന്നത്തെ സ്വർണ്ണ വില കണക്കാക്കി ഗ്രാമിന് 3720 രൂപ എന്ന നിരക്കിൽ 14,97,228 രൂപ പല തവണകളായി ദേവസ്വം ബോർഡിന് നൽകി. ഇതിൽ 9.95 ലക്ഷം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ 5 DD-ആയാണ് കൈമാറിയത്. ബാക്കി 4 ലക്ഷത്തിലധികം രൂപയിൽ 2.5 ലക്ഷം വില വരുന്ന സ്വർണം മാലയായി മാളികപ്പുറത്തമ്മയ്ക്ക് സമർപ്പിച്ചു. ശേഷിച്ച പണം ഉണ്ണികൃഷ്ണൻ പോറ്റി വശം ദേവസ്വം ബോർഡിന് കൈമാറിയെന്നും ജാമ്യ ഹർജിയിൽ പറയുന്നു. തെളിവിനായി എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലെടുത്ത DD-കളുടെ കോപ്പിയും വിവിധ ചിത്രങ്ങളും ജാമ്യ ഹർജിയോടൊപ്പം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഭഗവാന്റെ സ്വർണം അറിയാതെ വാങ്ങിയത് മൂലം താൻ അനുഭവിച്ച മാനസിക ഭാരം കുറയ്ക്കാൻ എന്തു ചെയ്യണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചപ്പോൾ അന്നദാനമാണ് ഉത്തമമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചതിനാൽ 10 ലക്ഷം രൂപ ദേവസ്വത്തിന് നൽകിയതായും ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട്.